പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി, ഇതാണ് നമ്മുടെ ഈ സംഘടനയുടെ പേര്. ഒരു സഭയല്ല, ഒരു സംഘടനയായിട്ട് ഇതിനെ രൂപീകരിക്കാൻ ദേവദാസന്മാരുടെ ഹൃദയത്തിൽ തോന്നി. മുമ്പേ നമ്മ കേട്ടല്ലോ, യുണൈറ്റഡ് എന്ന് വെച്ചാൽ യൂണിറ്റി ഉണ്ടാകണം. അതാണ് നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നമുക്ക് കേൾപ്പാനിടയായത്. അങ്ങനെ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു യൂണിറ്റി നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ കൊണ്ടുവരണം എന്ന ഒരു ആഗ്രഹത്തോടും ആ ഒരാശയത്തോടും കൂടെ ദേവദാസന്മാരുടെ ഹൃദയത്തിൽ തോന്നി. അങ്ങനെ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണിത്. അങ്ങനെ അതിൽ നിന്നും അതിനോടൊപ്പം തന്നെ വുമൻസിന്റെയും ഒരു വിങ് തുടങ്ങുവാൻ ദേവദാസന്മാരുടെ ഹൃദയത്തിൽ താല്പര്യം തോന്നി. ഇങ്ങനെ അത് അറിയിക്കുകയും അങ്ങനെ ഇത്രയും പേർക്ക് സ്തോത്ര ഈ ചുരുങ്ങിയ കാലയളവിൽ ഇതിന്റെ ഭാരവാഹിത്വത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. ഇവിടെ അതിന്റെ നാഷണൽ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയ ആലീസ് ആന്റി, അതോടൊപ്പം സ്റ്റേറ്റിന്റെ സഹ പ്രസിഡന്റ് ആയിരിക്കുന്ന ഷീജ തങ്കച്ചൻ, സ്തോത്രം, മറ്റ് ദൈവദാസന്മാർ പലരുണ്ട്, ദേശീയ പ്രസിഡന്റ്, ദേശീയ സെക്രട്ടറി, സ്തോത്രം, നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് നമുക്ക് ആലോചന കേട്ടു. മറ്റ് തുഷാര സിസ്റ്റർ, അങ്ങനെ മറ്റ് പല ദൈവദാസിമാരും സ്തോത്രം ഈ വൈകിയ വേളയിൽ ഇതിന്റെ നമ്മളെ പാട്ടുപാടി സഹായിച്ച ആശ സിസ്റ്റർ, സ്തോത്രം, അങ്ങനെ മറ്റു പല സഹോദരിമാരും ഇന്ന് പകൽക്കാലം പല ദേവദാസന്മാരും ഇതില് കേൾക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ദിവസത്തിലായിരിക്കാൻ വേണം വലിയവനാ ദൈവമെങ്കിലും ഒരു പ്രാരംഭ സമയം എനിക്ക് ഈ ദൈവജനമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വേണം കൃപ ചെയ്ത ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. കർത്താവ് നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ഓരോ ദിവസം കഴിഞ്ഞ സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഓരോ വർഷവും കടന്നുപോയി. അടുത്ത 2026 പ്രാരംഭ മാസമാണ് നാം ആയിരിക്കുന്നത്. ഈ മാസത്തിലാണ് നമ്മുടെ ഈ വിങ്, വുമൻസ് വിങ് തുടങ്ങുവാനായി ദൈവം സഹായിച്ചത്. ആകയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ശക്തമായി സഹോദരിമാർക്ക് പ്രാർത്ഥിപ്പാനായി കഴിയും. കർത്താവെ, ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങളെ എന്ത് ചെയ്യുവാൻ കഴിയുമോ അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നാൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം ഓരോരുത്തരെയും നല്ല ഓരോ ആയുധങ്ങളായി എടുത്ത് ഉപയോഗിപ്പാനായി ഇടയായിത്തീരും. ദിവസങ്ങളിൽ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. നമുക്ക് സമയം ചുരുക്കമാകയാൽ പെട്ടെന്ന് ഒരു വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. 1 പത്രോസിന്റെ ലേഖനം, അതിന്റെ 5-ാം അധ്യായം, അതിന്റെ 7-ാം വാക്യം. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. സ്തോത്രം. ഞാൻ തന്നെ പെട്ടെന്ന് വായിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുന്നു. സ്തോത്രം. നാം കേട്ടുപഴകിയ ഒരു വാക്യമാണ്. നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്, ദൈവവചനം കേട്ടിട്ടുള്ളതാണ്, പ്രസംഗിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. അങ്ങനെ നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്, നാം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന വാക്യമാണ്. സ്തോത്രം. ഞാൻ 2 ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ദൈവം ഇടപെട്ടു. സ്തോത്രം. ഒന്ന് ഒരു സഹോദരിയെ കുറിച്ചുള്ള ഒരു ദൈവവചനമാണ്. അടുത്തത് ഇതാണ്. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, ദൈവമേ എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈ 2 വചനഭാഗങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒന്നൊരു സഹോദരിയെ കുറിച്ചുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നു, എപ്പോഴും നമ്മൾ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ സഹോദരിമാരെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. നാം അങ്ങനെയാണ് കേൾക്കാറുള്ളത്, നാം സംസാരിക്കാറുള്ളത്. സഹോദരിമാരുടെ മീറ്റിങ്ങിൽ സഹോദരിമാരെ കുറിച്ച് സംസാരിക്കും. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് അതിനൊരു ചേഞ്ച് വരട്ടെ. സ്തോത്രം. സഹോദരിമാരുടെ ഭാഗം മാത്രം പോരാ, ദൈവജനത്തിൽ ഉള്ളതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്, വാഗ്ദത്തങ്ങളാണ്, നമ്മളോടുള്ള ആലോചനകളാണ്. അങ്ങനെ പെട്ടെന്ന് ആ ഭാഗം മാറ്റി അടുത്തൊരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവം തരുന്ന സമയത്താകട്ടെ എന്ന് കരുതി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം എടുക്കുവാനിടയിരുന്നു. ആ വാക്യം എന്താണ് പറയുന്നത്? നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. സ്തോത്ര. പ്രിയമുള്ള മക്കളെ, നമ്മൾക്കെല്ലാം ചിന്താകുലങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ ചിന്തയുണ്ട്, ആകുലമുണ്ട്. പെട്ടെന്ന് ചിന്താകുലം കയറി വരുന്ന ആർക്കാണ്? നാം കാണുമ്പോൾ നമ്മൾ സഹോദരിമാർക്കാണ് ആദ്യം ചിന്തയും ആകുലം വരുന്നത്. സ്തോത്രം. ഒരു ഭവനത്തിൽ ഒരു കാര്യമുണ്ടായാലും ഒരു വിഷയം നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ നമ്മുടെ വീട്ടിലുള്ള കുടുംബനാഥന്മാരെ അപേക്ഷിച്ച് നാഥന്മാർക്കാണ് പെട്ടെന്ന് എന്താ വരുന്നത്?
ആകുലം കടന്നു വരുന്നു. സ്തോത്രം, ഹാലേലൂയ, സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ അനുഭവം, ഞാൻ സുവിശേഷ വേല ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 30-35 വർഷമായി. ഇതിനുള്ളിൽ അനേക സഹോദരിമാരെ കാണുകയും സംസാരിക്കുകയും ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും കൗൺസിലിംഗ് നടത്തുകയും സഭയിൽ ഹാലേലൂയ നേതൃത്വം ചെയ്യുകയും ഒക്കെ ചെയ്ത ആ ഒരു പരിചയം വെച്ച് പറയുകയാണ്. ഹാലേലൂയ, ആദ്യം ആകുലം വരുന്നത് സഹോദരിമാർക്കാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന, പത്രോസിലൂടെ പറയുന്ന എന്താണ്? നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളും. പലപ്പോഴും നമ്മുടെ സഹോദരിമാർ നമ്മുടെ ചിന്തയും ആകുലങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറ്റും. ഹാലേലൂയ, സ്തോത്രം. എന്നിട്ട് നാം അതൊരു ഭാരമായി കൊണ്ട് നടക്കും. പലരും അത് മുഖാന്തരം രോഗികളായി മാറും, പലരും അത് മുഖാന്തരം വിഷമമുള്ളവരായി മാറും. ഹാലേലൂയ, സ്തോത്രം. മനഭാരപ്പെട്ട് നിരാശരായി വേദനപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ചിന്താകുലം എന്ത് ചെയ്യണം? കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളണം. എന്തുകൊണ്ടാണ് ഇടേണ്ടത്? ഹാലേലൂയ, കർത്താവിന്റെ മേൽ ഇടണമെന്ന് പറയാൻ കാരണം എന്താണ്? അവൻ നമുക്ക് വേണ്ടി കരുതുന്നു. സ്തോത്രം. ദൈവാസിമാരെ, ആരാണ് നമുക്ക് വേണ്ടി കരുതുന്നത്? നാം വിചാരിക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവാണ് നമുക്ക് വേണ്ടി കരുതുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വളർന്ന് പഠിച്ച് അവർ ജോലിയിൽ കയറിയെങ്കിൽ അവരാണ് നമുക്ക് വേണ്ടി കരുതുന്നത്. നമ്മൾ അങ്ങനെയല്ലേ? അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല എന്നുള്ള ഒരു നിരാശയും ചിന്തയുമാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. എന്നാൽ ഇവിടെ ദൈവവചനം എന്തു പറയുന്നു? കർത്താവ് നമ്മൾക്ക് വേണ്ടി കരുതുന്നു. എത്ര പേർക്ക് അങ്ങനെയുള്ള ഒരു വിശ്വാസമുണ്ട്? എനിക്ക് കരുതുന്നത് എന്റെ ഭർത്താവിനേക്കാൾ ഉപരി, അല്ലെ എന്റെ പിതാവിനേക്കാൾ ഉപരി, എന്റെ മക്കളെക്കാൾ ഉപരി എനിക്ക് വേണ്ടി കരുതുന്നത് എന്റെ ദൈവമാണ്. ഹല്ലേലൂയ, എന്റെ കർത്താവാണ്. അത്ര ആ ഒരു ദൃഢനിശ്ചയ, ഒരു വിശ്വാസം എത്ര ദൈവമക്കളെ, സഹോദരിമാരെ നമുക്കുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആകുലങ്ങളെ അവന്റെ മേലിടുവാൻ നമുക്ക് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആകുലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട്. ഓട്ടോമാറ്റിക്കായി ഈ ലോകത്തിൽ ഹാലേലൂയ അനേക കഷ്ടങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ദൈവഭാഗത്തേക്ക് വിശ്വസിച്ച് ഇറങ്ങുമ്പോൾ ഹാലേലൂയ ഉണ്ടാകുന്ന നിന്ദകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് അനേക ആകുല ചിന്തകൾ വരുവാൻ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഹാലേലൂയ ദൈവവചന പത്രോസ് അപ്പോസ്തലനോട് നമ്മളോട് പറയുന്നു, നമ്മുടെ ആകുലങ്ങളും ചിന്തകളും നമ്മുടെ കർത്താവിലേക്ക് ഇറക്കി വെക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അവൻ നമുക്ക് വേണ്ടി കരുതും. സ്തോത്രം. എപ്പോഴാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നത്? ഹാലേലൂയ. അത് നാം ചിന്തിക്കും, കർത്താവ് ഇത്രയുമായിട്ട് എന്റെ ഈ കാര്യത്തിന് വേണ്ടി ഒരു കരുതൽ വന്നില്ലല്ലോ, അല്ലെ എന്റെ ഈ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഈ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ജനം രക്ഷിക്കപ്പെട്ടില്ലല്ലോ, എന്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ആകുലപ്പെട്ടു, ചിന്ത ഉള്ളവളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എനിക്ക് അതിന് മറുപടി കിട്ടിയില്ലല്ലോ എന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഭാരപ്പെടുന്നുവെങ്കിൽ, ഇവിടെ പറയുന്നു അവൻ കരുതുന്നത് തക്ക സമയത്താണ്. നമുക്കറിയാം ഈ പത്രോസിന് വേണ്ടി കരുതിയ അനേക അനുഭവങ്ങൾ തിരുവചനത്തിലുണ്ട്. ഹാലേലൂയ, സ്തോത്രം. പത്രോസ് ഹാലേലൂയ അപ്പോസ്തലൻ ഇന്നായിരിക്കുന്ന സ്റ്റേജിലേക്ക് വരുവാൻ അനേക കടമ്പകൾ കടന്നാണ് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ആലോചന നമുക്ക് തരുന്നത്. പത്രോസിന്റെ ആരംഭകാലം നാം ചിന്തിച്ച ലൂക്കോസിന്റെ സുവിശേഷം 5-ാം ഹാലേലൂയ, സ്തോത്രം. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം ഹാലേലൂയ, സ്തോത്രം 21-ാം അധ്യായത്തിലും പത്രോസിന് വേണ്ടി കരുതിയെന്ന് നാം കാണുന്നു. ഹാലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം ഹാലേലൂയ അതിന്റെ വാക്യം നാം വായിക്കുമ്പോൾ ഞാൻ തന്നെ പറയുന്നു, ഹാലേലൂയ, സ്തോത്രം. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലിൽ അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും കണ്ടു. ഹാലേലൂയ, സ്തോത്രം. പറയുമ്പോൾ അവൻ കരക്കിറങ്ങിയപ്പോൾ എന്താണ് കണ്ടത്? തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും കണ്ടു. അതിന്റെ മുകൾ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം യേശു കർത്താവ് അവരിൽ നിന്ന് വിട്ടുപോയി. എങ്ങനെയാണ്? യേശു കർത്താവിനെ ക്രൂശിച്ചു, യേശു അവരിൽ നിന്ന് വിട്ടുപോയി, അവരിപ്പോൾ അനാഥരായി. ഇന്നും അങ്ങനെയാണ് ചിന്ത. ഈ ശിഷ്യന്മാർ ഹാലേലൂയ അവിടെ നോക്കണം, യേശു കർത്താവ് പോയി കഴിഞ്ഞപ്പോൾ ഈ പത്രോസ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പോകാം? ഞാൻ പുറകോട്ട് പോവുകയാണ്. എന്തിനാ? ഞാൻ പോയ പഴയ കടലിൽ മീൻ പിടിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. ഹാലേലൂയ. പത്രോസ് ഇവിടെ ഹാലേലൂയ കർത്താവിനെ ക്രൂശിച്ച് കഴിഞ്ഞ് കർത്താവ് ഹാലേലൂയ സ്വർഗാരോഹണം ചെയ്തു എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഞങ്ങളോട് കൂടെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താണ്? ഞാൻ
മീൻ പിടിക്കാൻ എന്റെ പഴയ ജോലിയിലേക്ക് പോവുകയാണ്. സ്തോത്ര പ്രിയമുള്ളവരെ, ഇന്നും അനേകർ ഇങ്ങനെയാണ്. എന്താണ്? ഹല്ലേലൂയ. അല്പസമയം നമ്മുടെ കർത്താവ് നമ്മോട് മാറിയെന്ന് തോന്നുമ്പോൾ, നമ്മൾക്ക് ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശോധനകളുണ്ട്. ആ പരിശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ പെട്ടെന്ന് തീരുമാനം, എന്റെ കർത്താവ് എന്നോട് കൂടെ ഇല്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് അതുപോലുള്ള തീരുമാനമാണ് എടുക്കുന്നത്. എന്താണ്? ഞാൻ വീണ്ടും പിടിക്കാൻ പോകുന്നു. പത്രോസിനെ രക്ഷിച്ച ചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. ആ തിബരിയാസ് കടലിൽ മീൻ പിടിക്കാനായി രാത്രി മുഴുവൻ അധ്വാനിച്ച് ഹല്ലേലൂയ ഒന്നും കിട്ടാതെ നിരാശനായി അലയുന്ന പത്രോസ് ഹല്ലേലൂയ അലയുമ്പോൾ യേശു അവിടെ കടന്നു ചെല്ലുകയാണ്. യേശു കർത്താവ് പറയുന്നു, പത്രോസേ ഹല്ലേലൂയ, നീ കരയ്ക്ക് നിൽക്കുന്ന പടക് ഒന്ന് അങ്ങോട്ട് മാറ്റിത്താ, ഞാൻ എനിക്ക് അതിൽ നിന്ന് അല്പം സംസാരിക്കണം, അതിൽ നിന്ന് അല്പം വചനം സംസാരിക്കണം. അങ്ങനെ പത്രോസ് തന്റെ പടക് കർത്താവിന് വേണ്ടി നീക്കിക്കൊടുക്കുമ്പോൾ അവന്റെ ആ തീരുമാനം കണ്ടിട്ട്, അവന്റെ ആ സമർപ്പണം കണ്ടിട്ട് യേശു ആ പടകിൽ കയറി ജനത്തെ ഉപദേശിക്കുന്നു. അവിടെ നാം ഓർക്കണം, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത പത്രോസ്, ഹല്ലേലൂയ, മീനില്ല. അവന്റെ ചിന്താകുലങ്ങളാണ് മനസ്സിൽ. ഇന്ന് രാവിലെ ഞാൻ എന്റെ ഭവനത്തിൽ എങ്ങനെ ചെല്ലും? എന്റെ ഭാര്യയും മക്കളും എന്റെ മാതാപിതാക്കളും ഒക്കെയും ഹല്ലേലൂയ ഇദ്ദേഹത്തിന്റെ വരവും കാത്ത് ആ മീൻ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ അത് വിറ്റ് പണമായി വരുമ്പോൾ ഉപജീവനത്തിന് വേണ്ട ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളുമായി വരുമെന്ന് കാത്തിരിക്കുന്ന പത്രോസിന്റെ ഹല്ലേലൂയ ഭവനത്തിൽ എങ്ങനെ ചെല്ലും? ഹല്ലേലൂയ ആ ഭവനത്തിൽ ചെല്ലുവാൻ തന്റെ കയ്യിൽ ഒന്നുമില്ല, ശൂന്യതയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ച്. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ ഈ പത്രോസിന് അറിയില്ലേ ഗലീല കടലിൽ മീൻ എവിടെയാണുള്ളത്, ഏത് ഭാഗത്ത് വല വീശിയാൽ മീൻ കിട്ടും? ഹല്ലേലൂയ സ്തോത്രം. ഇതെല്ലാം അറിയാവുന്ന പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ട്? കാരണം ഹല്ലേലൂയ കർത്താവിന് ഇവനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ചില ശൂന്യതകൾ അവിടെ വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ള മക്കളെ, നമ്മളിൽ പലരും കർത്താവിന് സന്നിൽ വരുവാൻ ഓരോ കാരണങ്ങളുണ്ടില്ലേ? ഹല്ലേലൂയ ചിലപ്പോൾ ചില ശൂന്യതകൾ, ചിലപ്പോൾ ചില രോഗങ്ങൾ, ചിലപ്പോൾ ഹല്ലേലൂയ മറ്റു പല ബന്ധനങ്ങൾ, ചിലപ്പോൾ ഹല്ലേലൂയ ചില സന്ദർശനങ്ങൾ. ഇങ്ങനെയൊക്കെ വന്നല്ലേ നാം ദേശത്തിൽ കടന്നു വന്നത്. അല്ലാതെ എല്ലാം സുഖമായിരുന്നപ്പോൾ യേശുവിനെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് എന്റെ ഹല്ലേലൂയ അനുഭവം പറയാം. എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതിരുന്നപ്പോൾ ഹല്ലേലൂയ എന്റെ മാതാപിതാക്കൾ ഹല്ലേലൂയ പലപ്പോഴും ദൈവത്തെ അറിയാത്തവരായി പോയപ്പോൾ, സമാധാനമില്ലാതെ ഹല്ലേലൂയ സന്തോഷമില്ലാതെ ഒരു കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടെ എനിക്ക് രക്ഷ കിട്ടുമെന്ന് ചിന്തിക്കുമ്പോൾ എന്റെ യേശുഭജൻ ചില പ്രതിനിധികളെ എന്റെ ഭവനത്തിലേക്ക് സഹോദരിമാരെയാണ് അയച്ചത്. ഹല്ലേലൂയ അവർ കടന്നു വന്ന് സുവിശേഷം എന്നോട് പങ്കുവെച്ചു. അപ്പോൾ തന്നെ ഞാൻ ആ വചനം ഏറ്റെടുത്തു. എന്ന് പറയുന്ന പോലെ എല്ലാം സുഖമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ യേശുവിനെ അങ്ങപ്പോൾ അംഗീകരിക്കില്ലായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസ് അംഗീകരിക്കാൻ കാരണമുണ്ട്. അവന്റെ പടകിൽ ശൂന്യത. ഹല്ലേലൂയ. ആയതുകൊണ്ട് അവൻ യേശുവിനെ തന്റെ പടക് വിട്ടുകൊടുത്തു. ആയതുപോലെ നാം ഓരോരുത്തരും ഓരോരോ സാഹചര്യങ്ങൾ, ശൂന്യതകൾ, വേദനകൾ, നിന്ദകൾ, രോഗങ്ങൾ, അപമാനങ്ങൾ, നമ്മുടെ ഭവനത്തിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ, ഇങ്ങനെ അനേക സാഹചര്യങ്ങൾ വന്നിട്ടായിരിക്കാം യേശുവിനെ അറിയുവാൻ ഒരു മുഖാന്തരം ഉണ്ടായത്. ഹല്ലേലൂയ. ആയതുപോലെയാണ് ഇവിടെ പത്രോസിന് ശൂന്യത വന്നു. അപ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ പടകിൽ കയറി സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, നീ നിന്റെ കടലിൽ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. ഈ പത്രോസിന് ഒരുപക്ഷെ ചോദിക്കാം, കർത്താവേ ഈ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എനിക്ക് ഒന്നും കിട്ടിയില്ലല്ലോ. ഹല്ലേലൂയ പിന്നെ എന്തിന് ഞാൻ ഇപ്പോൾ വലയിറക്കിയാൽ എനിക്ക് വല്ലതും കിട്ടുമോ? ഒരുപക്ഷെ ചിന്തിച്ചവിടെ നിൽക്കാം. എന്നാൽ പത്രോസ് ചിന്തിച്ചില്ല. ഹല്ലേലൂയ ഈ കടലിന്റെ നാഥൻ, സകല ചരാചരങ്ങളുടെ നാഥൻ, സർവശക്തനായ ദൈവമാണ് എന്നോട് പറയുന്നെന്ന് മനസ്സിലാക്കി പത്രോസ് അപ്പോൾ തന്നെ യേശു പറഞ്ഞ വാക്കിന് വലയിറക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മുടെ ആലോചന പറയുമ്പോൾ നാം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ഹല്ലേലൂയ നാം സംശയിച്ചു നിൽക്കുമോ? അത് നടക്കുമോ? ഹല്ലേലൂയ അതിനെന്തുണ്ട് സോഴ്സ്? നാം പലപ്പോഴും അങ്ങനെയാ. ഒരു നന്മ അല്ലെങ്കിൽ ഒരു വഴി ദൈവം തുറക്കുമെന്ന് പറഞ്ഞാൽ നാം ഓർക്കുകയോ എന്റെ ഇന്നാരൊക്കെ ഇന്നടത്തില്ലേ, അല്ലെങ്കിൽ ആരായിരിക്കും ആ വഴി തുറന്നു തരുന്നത്, ഇന്നാരെ കൊണ്ടായിരിക്കും എനിക്ക് ആ കാര്യം സാധിപ്പിച്ചു തരാം. അങ്ങനെ നാം ആവശ്യമായ കുറെ ചിന്തകൾ അങ്ങ് ചിന്തിച്ചു കൂട്ടും. എന്നാൽ ഇവിടെ പത്രോസ് ഒന്നും ചിന്തിച്ചില്ല. യേശു പറഞ്ഞു, നിന്നെ ആഴത്തിലേക്ക് ഇറക്കി മീൻപിടുത്ത് വലയിറക്കൂ. ഹല്ലേലൂയ അത് പറഞ്ഞ മാത്രമേ താൻ അങ്ങനെ ചെയ്തു. ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. അപ്പോൾ എന്താണ് പത്രോസ് ചെയ്തത്? ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കുന്നത്, വായിച്ചു പോകുമ്പോൾ സമയം പോകും. ഹല്ലേലൂയ എന്ത് ചെയ്തു? അവൻ യേശുവിന്റെ കാൽക്കൽ വീണു. അവൻ അത്ഭുതം കണ്ടു, അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ യേശുവിന്റെ കാൽക്കൽ പത്രോസ് വീഴുകയാണ്. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടുപോകണമേ. ഹല്ലേലൂയ
പ്രിയമുള്ള സഹോദരിമാരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമുക്ക് ഇതാണ് കർത്താവ് നമ്മുടെ ഉള്ളം തുറന്നു തരുമ്പോൾ, ഒരത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് പറയാം, കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യൻ നിന്റെ സന്നിധിയിൽ ഈ നന്മ അനുഭവിപ്പാൻ യോഗ്യത ഇല്ലാത്തവനായിരുന്നു. ഈ അത്ഭുതം കാണുവാൻ എനിക്കൊരു യോഗ്യതയും ഇല്ലായിരുന്നു. എന്നാൽ എന്റെ കർത്താവെ, നീ എന്നെ അനുഗ്രഹിച്ചല്ലോ, എനിക്ക് പെരുത്ത മീൻകൂട്ടം തന്നു, എനിക്ക് എന്റെ ശൂന്യത മാറ്റിയല്ലോ എന്ന് പറഞ്ഞ് പത്രോസോട് അവന്റെ കാൽക്കൽ വീഴുകയാണ്. അപ്പോൾ യേശു കർത്താവ് പറയുന്നു, പത്രോസേ, നീ ഇന്ന് വരെ മീൻ പിടിച്ചു, എന്നാൽ നീ ഇന്നു മുതൽ മീൻ പിടുത്തക്കാരനല്ല, നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. സ്തോത്രം. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ്, ഒരു നിയോഗം യേശു കർത്താവ് ഇവിടെ പത്രോസ് നൽകുകയാണ്. ആ പത്രോസ് ആണ് യേശു തങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്ന അറിയുമ്പോൾ സ്തോത്രം, മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പിന്മാറ്റത്തിലേക്ക് പോയത്. ഇന്നും അങ്ങനെയാണ്. അനേക ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, നന്മകൾ ഇല്ലാതെ വരുമ്പോൾ, ചില നമ്മൾക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ പല ദേവദാസിദാസന്മാരുണ്ടല്ലോ, ചില ജയിലുകൾ ദേവദാസന്മാർ കിടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം വേദനയും സങ്കടവും കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് നാം അവിടെ മഹത്വം കൊടുക്കാനായിരിക്കും ഒരു പക്ഷേ അവരെ ജയിലുകളിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുക. കർത്താവേ, ദേവദാസൻ ജയിലിൽ കിടക്കുന്നത് അവിടെ ചിലർ രക്ഷിക്കപ്പെടുവാൻ കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സഹോദരിമാർക്ക് വളരെ ഉത്തരവാദിത്തമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ദേവദാസന്മാർക്ക് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി, മുന്നിട്ട് ഇറങ്ങുന്നവർക്ക് വേണ്ടി, നോർത്ത് ഇന്ത്യയിൽ കഷ്ടമനുഭവിക്കുന്നവർക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിപ്പാനും കരയുവാനും മധ്യസ്ഥനിപ്പാനും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവദാസന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പത്രോസ് പിന്മാറ്റത്തിലേക്ക് പോകുക. എന്താണ്? യേശു ഞങ്ങളെ വിട്ടുപോയി, ഇനി ഞങ്ങൾക്ക് ആരുമില്ല, ആയതുകൊണ്ട് പഴയ ജോലിയിലേക്ക് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചവൻ മീൻപിടുത്തത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാരും എന്ത് പറയുന്നു? ഹല്ലേലൂയ, ഞങ്ങളും പോരുന്നു. ഇന്ന് അനേകരും ഇങ്ങനെയാണ്. ചിലർ വിശ്വാസം ക്ഷീണിച്ചു പോകും, പിന്മാറ്റത്തിലേക്ക് പോകും. അപ്പോൾ മറ്റുള്ളവരെ ഇവിടെ പിടിച്ചോണ്ട് പോകും. അനേക സഭകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് വൃഷ്ടിയോടെ സ്നാനപ്പെട്ട് ഇറങ്ങി വരുന്നവർ, ചില കഷ്ടങ്ങളും ചില പരിശോധനകളും നിന്ദകളും വരുമ്പോൾ, പീഡകൾ വരുമ്പോൾ അവർ പുറകോട്ട് പോകും. കർത്താവ് ഞങ്ങളെ കൈവിട്ടു എന്ന് ചിന്തിക്കും. അവർ പോകുമ്പോൾ കുറെ പേരെ ഇവിടെ പിടിച്ചോണ്ട് പോകും. ഇവിടെ അതാണ്. പത്രോസ് പറയാം, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ് പഴയ ജോലിയിലേക്ക്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നു, ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളും പോരുകയാണ്. സ്തോത്രം. അങ്ങനെ അവർ പിന്മാറി വീണ്ടും അവർ മീൻ പിടിക്കാൻ പോകുന്നു. സ്തോത്ര. പ്രിയമുള്ളവരെ, ആ മീൻപിടുത്തത്തിൽ സ്തോത്രം, അവർ അധ്വാനിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ രാത്രിയിൽ ഒന്നും അവർക്ക് പിടിച്ചില്ല. ആദ്യത്തെ അനുഭവം പത്രോസിന്റെ ജീവിതത്തിൽ പിന്നെ വരികയാണ്. ഈ പത്രോസിന് കടലിൽ എക്സ്പീരിയൻസ് ഉണ്ട് വർഷങ്ങളായി. ഈ രാത്രിയിൽ അവർക്കൊന്നും കിട്ടുന്നില്ല. സ്തോത്ര. തമ്പുരാൻ നിർമ്മിച്ചെങ്കിലേ, നമ്മുടെ കർത്താവ് അനുവദിച്ചെങ്കിലേ ചിലത് നമുക്ക് ലഭിക്കുള്ളൂ മക്കളെ. പ്രിയമുള്ളവരെ, സഹോദരിമാരെ, ആന്റിമാരെ, ദേവദാസന്മാരെ, നമുക്ക് ചിലത് ലഭിക്കണമെങ്കിൽ ചിലത് കർത്താവ് ബന്ധു ചെയ്ത് അവിടെ വെക്കും. നിനക്കിപ്പോൾ വേണ്ട. ദൈവത്തിന് സമയത്താകും അത് തരുന്നത്. ഇവിടെ ഇവരുടെ തീരുമാനം കർത്താവ് കണ്ടിട്ട് കർത്താവ് വരെ വെറുത്തില്ല. പക്ഷേ അല്പസമയത്തേക്ക് അവരുടെ നന്മ മുടക്കി വെച്ചു. അവിടെ നില്ല് മീനെ, നീ കേറണ്ട, ഞാൻ പറഞ്ഞിട്ട് കയറിയാൽ മതി. ആ പടക്, ആ വല ശൂന്യമായി. പത്രോസോടെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ കരക്കിറങ്ങിയപ്പോഴാണ് അവർ കണ്ടത് തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നത് അപ്പവും കണ്ടു. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ അവരകന്നു പോയിട്ടും അവരെ വിടാത്ത കർത്താവ്. സ്തോത്ര. പലപ്പോഴും നാം ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ചിന്തകളുണ്ട്, നാം അകന്നു പോകാറില്ലേ? ദൈവസന്നിധിയിൽ നാം അകന്നു പോകാറില്ലേ? അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാറില്ലേ? നാം പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകാറില്ലേ? കർത്താവെ, നിന്റെ വേല ചെയ്യാമെന്ന് തീരുമാനമെടുത്തിട്ട് ആ തീരുമാനത്തിൽ നാം അകന്നു പോകാറില്ലേ? ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മുടെ കർത്താവ് നമ്മളെ അകന്നു പോകുന്നില്ല. അവൻ നമ്മെ വീണ്ടും സ്നേഹിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി കരുതുന്നു. സ്തോത്രം. ഇവിടെ പത്രോസിന് ഇതാ കരുതിയിരിക്കുന്നു. അവരകന്നു പോയിന്ന് കർത്താവ് ഓർക്കാതെ അവരെ നോക്കുമ്പോൾ, കരയിലേക്ക് വരുമ്പോൾ സ്തോത്ര, തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്ന അപ്പവും കണ്ടു. കരുതുന്ന ഒരു കർത്താവ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളി, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. സ്തോത്രം. ഇവിടെ പത്രോസിന്റെ ചിന്താകുലമായി
സ്വന്തമായി അധ്വാനിച്ച് നേടാമെന്ന് വിചാരിച്ച് പത്രോസും ശിഷ്യന്മാരും കർത്താവിനെ വിട്ട് പുറകോട്ട് പോയപ്പോൾ കർത്താവ് അവരെ വീണ്ടും പിന്തുടർന്ന് സ്നേഹിക്കുകയാണ്. അല്ലെ, അവർ പോകട്ടെ എന്ന് വിചാരിച്ചില്ല. നാം പലപ്പോഴും അങ്ങനെയാണ്. ചിലർ ദൈവസ്നേഹത്തിൽ നടന്നു പോയാൽ അവര് പോയല്ലോ, ഇനി പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം പറയുന്നു, 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയി ഒന്നിനു വേണ്ടി തേടിപ്പോകുന്ന ഒരു നല്ലിടനാണ് നമ്മുടെ കർത്താവ്. ഇതുപോലെയാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി അകന്നു പോയാൽ, കർത്താവിൽ നിന്ന് മാറിപ്പോയാൽ അവരെ തേടി ചെന്ന് ഹല്ലേലൂയ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മളാൽ ആവുന്ന ചെയ്യുവാൻ ഉത്തരവാദിത്വം സഹോദരിമാരെ നമുക്കുണ്ട്. സ്തോത്രം. നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്ത്, ഹല്ലേലൂയ നമ്മുടെ സമൂഹത്തിൽ, ചുറ്റുപാടുകളിൽ ദൈവസ്നേഹം അറിഞ്ഞിട്ട് വന്നു പോയവരുണ്ടെങ്കിൽ, കർത്താവിന്റെ കരുതൽ മനസ്സിലാക്കാതെ അല്പസമയം പീഡകൾ ഭാരങ്ങൾ വന്നപ്പോൾ പകർന്നുപോയവരുണ്ടെങ്കിൽ നമുക്ക് അവരെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. ഈ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞ് കർത്താവിനെ അവരെ വീണ്ടും തേടിച്ചെന്ന് സ്നേഹത്തിലും കരുതലിലും അവരെ നേടുവാൻ നമുക്ക് സഹായിക്കട്ടെ. അതാണ് കർത്താവ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പത്രോസിന് വേണ്ടി കരുതി അവിടെ വലിയ അവന്റെ പടകിൽ അവന്റെ വലയിൽ പെരുത്ത മീൻകൂട്ടം കൊടുത്തു. 153 പേര് വലിയ മീൻ ഹല്ലേലൂയ അവിടെ ലഭിച്ചു എന്ന് വായിക്കുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ച് ശൂന്യതയിലായിരുന്ന പത്രോസിന് വേണ്ടി കർത്താവ് അവിടെ കരുതി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസിയുടെ സാക്ഷ്യം ഇങ്ങനെ കേട്ടു. ഗോവയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസി ഹല്ലേലൂയ സ്തോത്രം വിമൻസിന് വേണ്ടി, പ്രായമുള്ളവർക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ സങ്കേതം നടത്തുവാൻ ആഗ്രഹിച്ചിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം സ്വരൂപിക്കുവാനായി യുകെയിലേക്ക് പോയി. താനും തന്റെ ഹസ്ബൻഡും പോയി. അവിടെ ചെന്നിട്ട് ഫുഡിന്റെ ഹല്ലേലൂയ സ്തോത്രം ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു ഇപ്പോൾ നമുക്കറിയാമല്ലോ, പലയിടത്തും ഫുഡ് ഉണ്ടാക്കി സപ്ലൈ ചെയ്തിട്ട് അതിന്റെ വില മേടിച്ച് പലരും എന്ത് പറയുന്ന പോലെ പലതരം ഫുഡുകൾ ഉണ്ടാക്കി വിതരണം ചെയ്തിട്ട് അതിന്റെ ഒരു നല്ല കളക്ഷൻ കിട്ടും, അതുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇത് ചെയ്യണം, ഈ സ്ഥാപനം തുടങ്ങണമെന്ന് പറഞ്ഞ് അവർ യുകെക്ക് പോയി. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഫണ്ട് അവർക്ക് ലഭിച്ചില്ല. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് ഇത് എങ്ങനെ തുടങ്ങാൻ കഴിയും, ഞങ്ങളുടെ സ്വപ്നമാണ്, ആഗ്രഹമാണ്. എന്നാൽ ഈ പ്രവർത്തനം പ്രായമായ സഹോദരിമാർക്ക് വേണ്ടി ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇതിനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ആ ദൈവദാസി ഇങ്ങനെ സാക്ഷ്യത്തിൽ പറയുന്നത് ഞാൻ കേട്ടു. അവർ പ്രാർത്ഥിച്ചു മടങ്ങി നിരാശയോടെ വന്നു. ഒന്നുമില്ല എന്ന് വിചാരിച്ചു. ഇവിടെ പത്രോസിന്റെ അവസ്ഥ പോലെ ഒഴിഞ്ഞ വലയും പടവുമായി ഹല്ലേലൂയ പത്രോസ് വന്നതുപോലെ ആ ദൈവദാസിയും ഹസ്ബൻഡും മടങ്ങി വന്ന് വീട്ടിൽ എങ്ങനെയാ നടക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചില ദിവസം കഴിഞ്ഞപ്പോൾ ഗോവ ഗവൺമെന്റിലെ സ്റ്റാഫ് അവരെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു പദ്ധതി ഇങ്ങനെ തുടങ്ങുവാൻ ഇട്ടല്ലോ, നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഫണ്ടായിട്ട് ഇത്ര രൂപ നിങ്ങൾക്ക് തരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ എന്റെ ഉള്ളം വളരെയധികം സന്തോഷിച്ചു. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവർക്ക്, ഞെരുങ്ങുന്നവർക്ക് കരുതുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആ ദേവദാസിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നമ്മൾ പലരും കടന്നു പോയിട്ടില്ലേ? ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷ വേലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, അല്ലെങ്കിൽ സുവിശേഷം പറയുവാൻ അനേകം ദുഃഖിക്കുന്നവർക്ക് നന്മ കൊടുക്കേണ്ടതുണ്ട്, ഡ്രസ്സ് കൊടുക്കേണ്ടതുണ്ട്, ആഹാര സാധനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്, തണുപ്പിന്റെ ഡ്രസ്സ് കൊടുക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. സ്ഥാപനങ്ങൾ നടത്തേണ്ടതുണ്ട്, അനാഥ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതൊക്കെ എങ്ങനെ നടക്കും? അല്ലെങ്കിൽ അവരവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ സ്തോത്ര. സഭാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ അനേകം വിഷയങ്ങൾ എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ പത്രോസിന് വേണ്ടി കരുതിയ ദൈവം നമുക്ക് വേണ്ടി കരുതില്ലേ? ഹല്ലേലൂയ. നാം ഉറയ്ക്കണം, ഈ ദൈവം എന്റെ ദൈവമാണ്. ശൂന്യമായ പടകവും വലയും നിറച്ചു കൊടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയട്ടെ. ഹല്ലേലൂയ. നമുക്ക് അബ്രഹാമിനെ എടുക്കാം. സ്തോത്രം. അബ്രഹാം ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 22-ാം അധ്യായം നാം വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ അധികം വായിച്ചു പോകാൻ സമയമില്ല. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന ഏകജാതനായ ഇസഹാക്കിനെ തന്നെ മോറിയ മലയിൽ കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ഇവിടെ ദൈവം തന്നെ പരീക്ഷിച്ചതാണെന്ന് അതിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് അബ്രഹാമിന്റെ സ്നേഹം എത്രയുണ്ട് അതൊന്നും അറിയുവാൻ വേണ്ടി
ദൈവം പരീക്ഷിക്കുകയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പറയുകയാണ്, നീ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്ത് പോകണം. അവിടെ ചെന്ന് യാഗം കഴിയും. നമുക്കറിയാം എത്ര വർഷം കാത്തിരുന്നാണ് അബ്രഹാമിനും സാറയ്ക്കും ആ മകനെ കിട്ടിയത്, ഇസ്ഹാക്കിനെ. ഹല്ലേലൂയ. ഒരു പക്ഷേ അബ്രഹാമിനോട് ആ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്ക് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹല്ലേലൂയ അബ്രഹാം ഹല്ലേലൂയ ഇസ്മായിലിനെ വിളിക്കുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ദൈവം അതിന് അങ്ങനെ വരുത്താതിരിക്കുവാൻ ഹല്ലേലൂയ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയാണ്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കും. സ്തോത്രം. എവിടെയാണ്? മോറിയാ ദേശത്ത്. ഹാലേ, പ്രിയമുള്ള മക്കളെ, ഹല്ലേലൂയ സഹോദരിമാരെ, അത് നമുക്ക് ഹല്ലേലൂയ അബ്രഹാമിനോട് കാര്യം പറയുമ്പോൾ വളരെ ഈസിയാണ്. നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ദൈവം ഒരു കാര്യം നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ഹല്ലേലൂയ യാഗം കഴിക്കേണ്ട, നിനക്ക് ഒരു മകനേ ഉള്ളൂ, നീ അവനെ സുവിശേഷ വേലയ്ക്ക് വിടണം എന്ന് നമ്മളോട് പറഞ്ഞാൽ, ഹല്ലേലൂയ ഇന്ന ദേശത്ത്, ഹല്ലേലൂയ കഷ്ടം അനുഭവിക്കുന്ന ദേശത്ത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഹല്ലേലൂയ ഈ ദൈവദാസന്മാർ അനസ്റ്റാകുന്ന നോർത്ത് ഇന്ത്യയിൽ, ഹല്ലേലൂയ നിനക്ക് ഒരു മകനേ ഉള്ളൂ, നീ ഇതിന്റെ കഷ്ടം അനുഭവിക്കുന്ന ദേശത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാർ എത്ര പേര് അതിന് ഒരുങ്ങും? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഹല്ലേലൂയ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം അത് അനുസരിക്കാൻ പോവുകയാണ്. അബ്രഹാം അതിന്റെ താഴോട്ട് നാം കാണുമ്പോൾ 3-ാം വാക്യത്തിൽ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. കഴുതയ്ക്ക് കോപ്പിട്ട് ഹല്ലേലൂയ കെട്ടി ബാലിക്കാരെ രണ്ടുപേരെയും വിളിച്ച് തന്റെ മകനായ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിനുള്ള വിറകും എടുത്ത് പുറപ്പെടുകയാണ്. സ്തോത്രം. അബ്രഹാമിന്റെ ഒരുക്കം നോക്കി. അവിടെ ഹല്ലേലൂയ സാറായിയോട് പറഞ്ഞെന്ന് കാണുന്നില്ല. അബ്രഹാം പെട്ടെന്ന് ഒരുപക്ഷെ പറഞ്ഞു കാണത്തില്ല, കാരണം സാറായി തടസ്സം ചെയ്തെങ്കിലോ. എന്നാൽ ഹല്ലേലൂയ ഒരുപക്ഷെ പറഞ്ഞു കാണും എന്ന് നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണെങ്കിലും ആ സാറായി ആ കൂട്ടത്തിൽ ഇല്ല. ഹല്ലേലൂയ. കാരണം ഒരുപക്ഷെ സാറായി പോയാൽ ആ യാഗം നടന്നില്ലെങ്കിലോ എന്ന് അബ്രഹാം ചിന്തിച്ചു കാണും. ഇവിടെ ഹല്ലേലൂയ നാം ഓർക്കണം, ദൈവത്തിന്റെ ശബ്ദം കേട്ടത് അബ്രഹാമ ആയതുകൊണ്ട് അബ്രഹാം ധൈര്യമായി അധികാലത്ത് എഴുന്നേറ്റു. ഹല്ലേലൂയ ആരാധനയ്ക്ക് പോകുവാനുള്ള ഒരു ഒരുക്കം. ഹല്ലേലൂയ, സ്തോത്രം. ദൂരെ പോകണമെങ്കിൽ നാം പലപ്പോഴും മറ്റു കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ, നമ്മുടെ കാര്യങ്ങൾക്കാണെങ്കിൽ നാം അധികാലത്ത് എഴുന്നേൽക്കും. എന്നാൽ ഹല്ലേലൂയ ഒരു ടൂറിന് പോകണം, നമുക്ക് രാവിലെ ഒരു 3 മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കും. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഇത്രയും രാവിലെ എത്ര പേര് നല്ല ചുണക്കുട്ടികളായി എഴുന്നേറ്റ് റെഡിയായി പോകും? ഹല്ലേലൂയ, സ്തോത്രം. അന്നേരം നമുക്ക് സഹോദരിമാർക്ക് പ്രത്യേകിച്ചും ക്ഷീണമാണ്. വെളുപ്പിൽ എഴുന്നേൽക്കാൻ വയ്യ, എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വയ്യ, യാത്ര ചെയ്യാൻ വയ്യ. ഹല്ലേലൂയ അങ്ങനെ മടിച്ചിരിക്കുന്ന അവസ്ഥകളാണ്. ഇവിടെ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു തൻ്റെതായ ദൗത്യം നിർവഹിക്കുവാനായി. ഹല്ലേലൂയ അവർ യാത്ര ചെയ്യാണ്. അവർ യാത്ര ചെയ്തു, 3 ദിവസം യാത്ര ചെയ്തു. ഹല്ലേലൂയ അതിന്റെ 5-ാം വാക്യം നോക്കുമ്പോൾ അബ്രഹാം പറയാണ് ബാല്യക്കാരോട്, നിങ്ങൾ ഇവിടെ നിൽക്ക്. ഹല്ലേലൂയ കഴുതുകളുമായി ഇവിടെ നിൽക്ക്, ഞാനും ബാലനും പോയി അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അവിടെ കാണുന്നത്. ഹല്ലേലൂയ കരുതുന്ന എന്നെ വിളിച്ച ദൈവം, എനിക്ക് വർഷങ്ങളായി മക്കളില്ലാതെ കാത്തിരുന്ന് എനിക്ക് തന്ന മകനെ ഞാൻ യാഗം കഴിച്ചാൽ അതിനപ്പുറത്ത് എനിക്ക് ചാരത്തിൽ പോലെ എഴുന്നേൽപ്പിച്ച് മക്കളെ തരുവാൻ, ഹല്ലേലൂയ എന്റെ ദൈവം ശക്തനാണ്, കരുതുവാൻ ശക്തനാണെന്ന് ഉറപ്പുള്ള അബ്രഹാം ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ താൻ പുറപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ താനും ബാലനും അവിടത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് ഹല്ലേലൂയ ഉറപ്പ് പറയുകയാണ്. എന്തൊരു നല്ല വിശ്വാസം, ദൃഢമായ വിശ്വാസം. ഞങ്ങൾ രണ്ടുപേരും മടങ്ങി വരാം, അല്ല ഞാൻ തന്നെ മടങ്ങി വരാം, മോനെ അവിടെ ആരാധന കഴിച്ചിട്ടൊന്നും അല്ല അവിടെ പറയുന്നത്, ഞങ്ങൾ പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. ഭയങ്കര വിശ്വാസം. കാരണമുണ്ട്, എനിക്ക് ഈ മകനെ തന്നുവെങ്കിൽ എന്നോടൊപ്പം വരുവാൻ, എന്റെ മകനെ ആരാധന കഴിച്ചാലും എഴുന്നേൽപ്പിച്ച് തരുവാൻ, ആ ചാരത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ ഇതുപോലൊരു വിശ്വാസം പ്രിയമുള്ള മക്കളെ നമുക്കുണ്ടാകണം. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുവാൻ, നമുക്ക് വേണ്ടി കരുതുവാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇവിടെ ഹല്ലേലൂയ അവർ അബ്രഹാമും മകനുമായി ഹല്ലേലൂയ നടക്കുകയാണ്. ഹല്ലേലൂയ അബ്രഹാം ഹോമയാഗത്തിലുള്ള വിറകെടുത്തു, തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ച് തീയും കത്തിയും എടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു. ഹല്ലേലൂയ അവിടെ ഒരു ഹല്ലേലൂയ കർത്താവ് എന്റെ ഹൃദയത്തോട് സ്പർശിച്ചു. എന്താണ്? ഹല്ലേലൂയ ഈ തീയും വിറകും എടുത്തു, ഹല്ലേലൂയ കത്തിയെടുത്തു, ഹല്ലേലൂയ മൃഗം കൂടെ ഇല്ല. എന്നാൽ അബ്രഹാമും മകനും ഇരുവരും ഒന്നിച്ച് നടന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെയാണ് മുമ്പേ പറഞ്ഞ യൂണിറ്റി. സ്തോത്രം. അപ്പനും മകനുമാണെങ്കിലും കുടുംബമാണെങ്കിലും
മിക്കയിടത്ത് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമോ, മക്കൾ പോകില്ല. ഹല്ലേലൂയ. ചിലയിടത്ത് മക്കൾ ഇറങ്ങും, മാതാപിതാക്കൾ പോകില്ല. ചിലയിടത്ത് ഭാര്യ പോകും, ഭർത്താവ് പോകില്ല. കുടുംബമായി ഒന്നിച്ചിറങ്ങാൻ ഇന്ന് അനേക ഭവനങ്ങളിൽ കഴിയുന്നില്ല. ഇവിടെ ഇതാ അബ്രഹാമിനോടൊപ്പം ഈ ഒരുമിച്ച് നടക്കുന്ന മകൻ, ഹല്ലേലൂയ, അനേക തലമുറകളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് മാറിപ്പോവുകയാണ്, വേറെ വഴി പോവുകയാണ്. മാതാപിതാക്കൾ ഹല്ലേലൂയ മക്കളെ വിളിച്ചാൽ പോലും വചനം ഹല്ലേലൂയ കേൾക്കാൻ വായെന്ന് പറഞ്ഞാൽ അവരതിനെ തിരസ്കരിച്ച് അവർക്ക് ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. എത്ര പേർക്ക് മക്കൾ നാം വിളിച്ചാൽ നമ്മോടൊപ്പം ആരാധനയ്ക്ക് വരും. ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭാഗത്തുണ്ടോ? നമ്മുടെ തലമുറ കർത്താവിനെ സേവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ അബ്രഹാം തന്റെ മകനും ഒരുമിച്ച് നടക്കുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ അതെല്ലാം നേടിക്കൊടുക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ എന്നെ കേൾക്കുന്ന ഈ വചനം ചെല്ലുന്ന എവിടെയെങ്കിലും സഹോദരിമാരെ, നിങ്ങളുടെ മക്കൾ നിങ്ങളോടൊപ്പം ആരാധനയ്ക്ക് വരുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറ അവർ കർത്താവിനെ സേവിക്കുന്നു പറയുന്നതിൽ ഭാഗ്യം വേറെ ഒന്നുമില്ല. അവർ കർത്താവിന്റെ വേല ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഭാഗ്യം വേറൊന്നുമില്ല. ഹല്ലേലൂയ. നാം സേവിക്കുന്ന നമ്മുടെ ദൈവം അവരുടെയും ദൈവമാകണം. അവർ കർത്താവാകണം. അവർ കർത്താവിന് വേണ്ടി നിൽക്കണം, കർത്താവിന്റെ വേല ചെയ്യണം. നമ്മൾ എടുത്ത ബൈബിൾ അവരെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ അബ്രഹാമിനോട് കൂടെ ഇസഹാക്ക് നടക്കുകയാണ്. ഇരുവരും ഒന്നിച്ചു കിടക്കുകയാണ്. അപ്പനും മോനും മുന്നും പുറകെയല്ല നടന്നത്. ഒരു ഐക്യത, ഒരു ഒരുമ, ആരാധിക്കുവാനുള്ള ഉത്സാഹം, ഇതെല്ലാം അകത്ത് കാണുകയാണ്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുന്നു? ഹല്ലേലൂയ. എങ്ങനെ ഉത്സാഹികളാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കാനാണ് എല്ലാ മാതാപിതാക്കൾക്കും ഇഷ്ടം. അവരെ സ്കൂളിലെ തന്നെ രാത്രി പകലും എല്ലാം നമ്മൾ പഠിപ്പിക്കും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വചനം പഠിപ്പിക്കുന്നുണ്ടോ? അവരെ ദൈവ കുഞ്ഞുങ്ങളായി ദൈവത്തിൽ വളർത്തുന്നുണ്ടോ? നമ്മളെടുത്ത ബൈബിൾ അവരെടുക്കുവാൻ അവരെ ഉത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇവിടെ അബ്രഹാമിന്റെ മകൻ അവിടെ തീരെ കുഞ്ഞല്ല, ബാലനെന്നവിടെ എഴുതിയെങ്കിലും ഈ വിറക് കെട്ടെടുക്കുവാൻ കഴിവുള്ള പണ്ഡിതന്മാർ പറയുന്നവന് ഏകദേശം 17 വയസ്സുണ്ട് ആ സമയത്ത്. അത്രയും പ്രായമുള്ള കുഞ്ഞാണ്, മകനാണ്. ഇവിടെ അബ്രഹാമിനോടൊപ്പം നടക്കുകയാണ്. ഹല്ലേലൂയ. ആ യാഗത്തിലുള്ള വിറകവന്റെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ അവർ ഇറങ്ങുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, അവർ രണ്ടുപേരും ഐക്യതയോടെ അവിടെ ചെല്ലുന്നു. ഹല്ലേലൂയ. അവിടെ ചെന്ന് മോറിയ ദേശം, ദൈവം പറഞ്ഞ സ്ഥലത്ത് തന്നെ നിന്നു. ഇന്ന് പലരും ദൈവം പറയും, മോനെ നീ ഇന്നടുത്ത് പോയി ആരാധിക്കും, പക്ഷേ ആ സ്ഥലത്ത് പോയില്ല. അവർക്ക് ഇഷ്ടമുള്ളവർ കേട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, ഇന്ന സഭയിൽ എനിക്കിതാണ് സഭ ഇഷ്ടം, ഞാൻ ഇവിടെ ആരാധിക്കും. അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണ് എനിക്ക് താല്പര്യം, എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, ഞാൻ അവിടെ പോകും. പലരും ഇന്ന് കർത്താവ് പറഞ്ഞിടത്ത് പോയി ആരാധിക്കില്ല. എന്നാൽ അബ്രഹാമിനോട് പറയുന്നു, മോറിയ ദേശത്ത് തന്നെ നീ കൊണ്ടുപോയി ആരാധിക്കണം. അതിന് ബന്ധപ്പെട്ട് 3 ദിവസം നടന്ന്, ഹല്ലേലൂയ, എത്ര കഷ്ടപ്പാട് അതിന് സഹിക്കേണ്ടി വന്നിട്ടു അബ്രഹാം ആലോചനയ്ക്ക് അനുസരണം നിൽക്കുവാൻ അവിടെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. അത്രയ്ക്കും താല്പര്യത്തോടെ അബ്രഹാം ചെന്ന് അവിടെ യാഗപീഠം പണിയുന്നു. അവിടെ ഹല്ലേലൂയ ആ മലയിൽ യാഗപീഠം പണിയുവാൻ അബ്രഹാം തയ്യാറാകുന്നു. അവിടെ യാഗപീഠം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ തീരുമാനങ്ങളാകാം, പ്രതിഷ്ഠകളാകാം, ഹല്ലേലൂയ പ്രാർത്ഥനാ ജീവിതമാകാം, ഉപവാസമാകാം. എങ്ങനെയായിരുന്നെങ്കിലും പുതിയ നിയമ വിശ്വാസികളാകുന്ന നാം ഹല്ലേലൂയ അവിടെ ഒരു യാഗപീഠം പണിയുന്ന അബ്രഹാം അക്ഷരികമായി യാഗപീഠം പണിതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഏത് യാഗപീഠമാണ് ഹല്ലേലൂയ സ്തോത്രം പണിയുന്നത്? നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, ദേശത്തിലെടുത്ത ഉറപ്പ്, ഹല്ലേലൂയ കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി പോകാം, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞ് നമ്മുടെ യാഗപീഠത്തെ പുതുക്കി ക്രമീകരിച്ച് നാം പണിതുകൊണ്ട് നമ്മുടെ യാഗം അതിന്മേൽ വയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇസഹാക്കിനെ പിടിച്ചു, കൈ കെട്ടി കാല് കെട്ടി ആ യാഗപീഠം നന്നായി പണിതു. അതിന്റെ മുകളിൽ ഇസഹാക്കിനെ കിടത്തി. ഒരു പക്ഷെ വേണമെങ്കിൽ ഈ യൗവനക്കാരൻ അല്ലെ ബാല്യക്കാരൻ ഈ ബാലകന് 17 വയസ്സുള്ള മകന് അതിനെ തട്ടിത്തെറിപ്പിച്ചിട്ട് അബ്രഹാമിന്റെ കയ്യിൽ നിന്ന് കുതിറി മാറി ഓടാം. എന്നാൽ അവിടെ അതൊന്നും ഇസഹാക്ക് ചെയ്തില്ല. അവനൊരു അനുസരണമുള്ള മകനായി. ഹല്ലേലൂയ. പിതാവ് എന്നെ യാഗം കഴിക്കുന്നതിൽ കർത്താവിന്റെ സന്നിധിയിലാണല്ലോ എന്ന് പറഞ്ഞ് അവനവിടെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് കൈയും കാലും കെട്ടി അവനെ യാഗപീഠത്തിലേക്ക് കിടത്തുകയാണ്. അപ്പോഴതാ ഹല്ലേലൂയ അബ്രഹാം വാളെടുത്തു. ഹല്ലേലൂയ ബാലന്റെ കഴുത്തു വെട്ടാനായി വാൾ വീശുമ്പോൾ അതാ പിൻപുറത്ത് ശബ്ദം, അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ എന്നിട്ട് പറയുന്നു, അബ്രഹാമേ ഹല്ലേലൂയ സ്തോത്ര, നീ പുറകോട്ട് നോക്കൂ,
നിനക്ക് യാഗത്തുള്ള മൃഗം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അബ്രഹാമിന് പരീക്ഷ ഒരുക്കിയപ്പോൾ തന്നെ ദൈവം അവിടെ അതിനു വേണ്ടിയുള്ള വഴി ഒരുക്കിയിരുന്നു. എങ്കിലും ഇവൻ എന്നെ സ്നേഹിക്കുമോ എന്നറിയുവാൻ തന്റെ മകനെ യാഗം കഴിക്കുവാൻ ദൈവം അവിടെ ആലോചന കൊടുക്കുകയാണ്. അബ്രഹാം ഒരു ചുവട് പോലും പിന്മാറിയില്ല. ദൈവത്തിന്റെ ആലോചന വിട്ടുമാറിയില്ല. അവനത് ചെയ്യുവാൻ മനസ്സിൽ കഷ്ടമായിരുന്നെങ്കിൽ പോലും, അതേ ഹല്ലേലൂയ, ഭാരമായിരുന്നെങ്കിൽ പോലും അബ്രഹാം ആ തീരുമാനം അനുസരിച്ച് തന്റെ മകനെ അവിടെ യാഗത്തിനായി പിടിച്ചു കിടത്തുകയാണ്. അപ്പോൾ ഇതാ വിളി വരുന്നു ആ തക്ക സമയത്ത്. അതാണ് പത്രോസ് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നനാകയാൽ. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിന്റെ തക്ക സമയത്ത് തന്റേതായ എല്ലാ ഒരുക്കങ്ങളും ദൈവം മനസ്സിലാക്കി. എന്റെ മകനായ അബ്രഹാം എന്നെ തള്ളിക്കളയില്ല. ഹല്ലേലൂയ. അവൻ എന്റെ സ്നേഹത്തിൽ നിന്ന് മാറില്ല. അവൻ എന്നോട് അല്പം പോലും അകൽച്ച ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവിടെ പുറകിൽ ആടിനെ കാട്ടിക്കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നീ വാലെന്റെ മേൽ നീ കൈവെക്കരുത്, നീ അവനെ വെട്ടരുത്, നീ എനിക്ക് വേണ്ടി ഇവനെ തന്നിരിക്കുന്നു, നീ യാഗം കഴിച്ചു ഞാൻ ഇപ്പോൾ അറിയുന്നു, ആയതുകൊണ്ട് നീ അവനെ മാറ്റിയിട്ട് അതാ ഹല്ലേലൂയ ആട്ടുകൊറ്റനെ എടുത്ത് യാഗം കഴിക്കുക. പ്രിയമുള്ളവരെ, അബ്രഹാം മകനോട് പറഞ്ഞു, മകനെ ഹല്ലേലൂയ യാഗത്തുള്ള മൃഗം യഹോവ കരുതിക്കൊള്ളും. ഇവിടെ ഇതാ യഹോവ തനിക്ക് വേണ്ടി യാഗത്തിനുള്ള മൃഗത്തെ തക്ക സമയത്ത് കരുതി. ഇവിടെ നാം ഓർക്കണം, ആദ്യം ഒരു ആട്ടുകൊറ്റനെ കാണിച്ചിട്ട് നീ അവിടെ പോയി യാഗം കഴിച്ചോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയൊരു വിശ്വാസം, അല്ലെങ്കിൽ ഇത്രയും പ്രത്യാശ, ഇത്ര ഉറപ്പ് അബ്രഹാമിന് കിട്ടുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ഇവിടെ അത്രയും പരീക്ഷകൾ സഹിച്ചു വന്ന് അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർന്നപ്പോൾ ദൈവം ഒരുക്കിയ കരുതൽ അവൻ കാണുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവൻ കരുതുമെന്ന് പറഞ്ഞാൽ കരുതോ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, സുവിശേഷ വേലയ്ക്ക് അവൻ കരുതുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആലയപ്പണിക്ക്, നമ്മുടെ വ്യക്തികൾ നിരാശപ്പെട്ട് കിടക്കുന്ന ജനത്തിന് ഹല്ലേലൂയ അവൻ കരുതുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് കരുതും. പക്ഷേ നമ്മുടെ സമയത്തല്ല, കർത്താവിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് അവൻ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി കരുതുവാൻ ഇടയത്തരും. ആയതുപോലെ ഇതാ ഹല്ലേലൂയ അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. എന്താണ്? യഹോവ കരുതും. ഹല്ലേലൂയ. അവൻ അവന് വേണ്ടി കരുതി. ഇസ്ഹാക്കിനെ സമാധാനത്തോടെ അവർ രണ്ടും തിരിച്ചു മടങ്ങി വരികയാണ്. എന്നാൽ ഹല്ലേലൂയ അബ്രഹാം തന്റെ മകനെ യാഗം കഴിച്ചു എന്ന് ദൈവം അവിടെ ഹല്ലേലൂയ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 17-ാം വാക്യത്തിൽ, നിന്റെ മകനെ നീ തരുവാൻ മടിക്കായിക്കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരന്മാരെ, ആന്റിമാരെ, ദേവദാസന്മാരെ, അവിടെ ഹല്ലേലൂയ അബ്രഹാം ഹല്ലേലൂയ താനോട് പറഞ്ഞു ചെയ്തു. എന്നാൽ മകനെ കൊടുക്കാൻ മടിക്കായിക്കൊണ്ട് മകനെ കൊടുത്തു എന്ന് ദൈവം ഹല്ലേലൂയ ഉറപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നീ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം. കർത്താവിന്റെ ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ നമുക്ക് വേണമെങ്കിൽ നാം എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിനെ നാം ഹല്ലേലൂയ അംഗീകരിക്കണം. ഹല്ലേലൂയ നാം അനുസരിക്കണം. അവന്റെ കൽപ്പനകൾ, അവന്റെ ആലോചനകൾ. പ്രിയമുള്ള മകളെ, നീ അങ്ങനെ ചെയ്യൂ. നീ 10 ദിവസം അല്ലെ 7 ദിവസം എന്റെ നാമത്തിന് വേണ്ടി നീ ഉപവസിക്കൂ. നീ അന്യരോട് പോയി സുവിശേഷം പറയൂ. ആരോഗ്യക്ക് നീ കൈത്താങ്ങൽ ചെയ്യൂ. ഹല്ലേലൂയ. നിന്റെ അയൽപക്കത്തുള്ളവരെ നീ സ്നേഹിക്കൂ. അവരെ എന്റെ നാമത്തിന് പോയി വിളിക്കൂ. അങ്ങനെ ആലോചന നമ്മുടെ കർത്താവ് തന്നാൽ ഹല്ലേലൂയ ആലോചന നിരസിക്കാതെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം അതനുസരിക്കുന്നുവെങ്കിൽ അവിടെ വരുന്ന പ്രതികൂലങ്ങളെ മാറ്റി നമുക്ക് വേണ്ടി വഴി തുറക്കുവാൻ അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം നമുക്ക് കരുതും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം. ഒരു ഒറ്റ വാക്യം കൂടെ ഹല്ലേലൂയ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഹല്ലേലൂയ തീരാറായല്ലോ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം ഹാഗാറിന് വേണ്ടി ദൈവം കരുതിയോ? ഹല്ലേലൂയ. അതും നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ചിന്ത. ഹല്ലേലൂയ. ഹാഗാറിന്റെ വീട്ടിൽ നിന്ന് അബ്രഹാമിന്റെ ദാസിയായി ഹല്ലേലൂയ ഒരു കുഞ്ഞുമായി അവിടെ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ അബ്രഹാം ഹല്ലേലൂയ അവർ വീട്ടിലുള്ളത് ഹല്ലേലൂയ ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവുമായി ഹല്ലേലൂയ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ പശ്ചാത്തലം എല്ലാം നമുക്കറിയാം, ഞാനത് പറയുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ അവൾ മരുഭൂമിയിൽ തന്റെ മകനുമായി ഉഴന്നു നടന്നു. ഹല്ലേലൂയ അവിടെ ചെന്ന് ഹല്ലേലൂയ എന്റെ മകന്റെ മരണം എനിക്ക് കാണണ്ട, അവൻ കൊടുത്തു വിട്ടു, അബ്രഹാം കൊടുത്തു വിട്ട അല്പം ഒരു തുരുത്തി വെള്ളം അല്പം അപ്പവും അതെല്ലാം തീർന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം. അവൾ അവിടെ ഉഴന്നു നടക്കുകയാണ്. എന്റെ കുഞ്ഞിനെ ദാഹിക്കുന്നു, വെള്ളമല്ല, മരുഭൂമിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്, ബേർശാബ മരുഭൂമിയിൽ. അവൾ അവിടെ ഹല്ലേലൂയ ഒരൻപിൻപാട് ദൂരത്ത് കുഞ്ഞിനെ വെച്ചിട്ട് അവൾ ഇരുന്ന് കരഞ്ഞു എന്ന് നാം വായിക്കുന്നു. ഹല്ലേലൂയ. അവിടെയും ഹല്ലേലൂയ ഒരു കരച്ചിൽ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ.
ഉള്ളവര് ഹാഗാർ ഒരു നാം ഓർക്കണം, നമ്മെ പോലെ ഒരു സഹോദരിയാണ്. തന്റെ കുഞ്ഞുമായി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇന്ന് അനേക പഴയകാല അപ്പച്ചന്മാർ, അമ്മച്ചിമാർ വീട്ടിൽ സുവിശേഷം വിശ്വസിച്ചതിന്റെ പേര്, സ്നാനപ്പെട്ടതിന്റെ പേര് വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്. അനേകർ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് കൊടുക്കേണ്ട നന്മ കൊടുക്കാതെ, പഠിപ്പിക്കാതെ, അവരുടെ ഭാവി കാര്യങ്ങളെ ക്രമീകരിക്കാതെ സഹോദരിമാരെ അനേകം വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടു. അവർ ബൈബിൾ കോളേജുകളും ദേവദാസന്മാരുടെ ഭവനങ്ങളിലും മറ്റേ പലയിടത്തും ശരണം പ്രാപിക്കുകയും കർത്താവിന്റെ വേല ചെയ്യും. ചെയ്തവരെ നമുക്കറിയാം. അവരാരും ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല, കർത്താവരെ ലജ്ജിപ്പിച്ചിട്ടില്ല. എന്ന് പറയുന്ന പോലെ ഇവിടെ ഹാഗാർ മകനുമായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൾക്ക് വേണ്ടി ആരുമില്ല, അവൾക്ക് സഹായത്തിന് ആരുമില്ല, ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഒരു നീരുറ പോലും കാണുന്നില്ല. ആ ഭാഗത്ത് അവിടെ ഇരുന്ന് ഹാഗാർ കരയുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം കൊടുത്തു വിട്ടതെല്ലാം തീർന്നു. എന്നാൽ ഹല്ലേലൂയ, ഈ ലോകത്തിലെ പലരും തന്നാലും ഇതുപോലെയാണ്. കൊടുത്തുവിടും ചിലർക്ക്, പക്ഷെ അത് അല്പസമയത്തിനെ കാണൂ. നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം ഉതവില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾക്ക് ജീവകാലം കഴിക്കാൻ കാണില്ല. എന്നാൽ ആ ഇല്ലായ്മയിൽ നാം കരയുന്നുവെങ്കിൽ ഹാഗാറിനെ പോലെ ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നീരുറവ തുറക്കും. അവളോട് പറയണേ, ഹാഗാരേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ ചെല്ലേ, നീരുമായ മകനെ ചാടി താങ്ങി എഴുന്നേൽപ്പിക്കേ. അവിടെ ഒരു നീരുറവ അവിടെ മുന്നിൽ തുറന്നു കൊടുക്കുകയാണ്. അടഞ്ഞു എന്ന് തോന്നുമ്പോൾ, വഴിയില്ലാന്ന് തോന്നുമ്പോൾ, ആരും എനിക്ക് സഹായമില്ലെന്ന് തോന്നുമ്പോൾ, ഞാനും എന്റെ മകനും മരിക്കുകയുള്ളെന്ന് വിചാരിക്കുമ്പോൾ, ഒരു വിധവയെ നമുക്കറിയാം. അല്പം അപ്പമുണ്ട്, അല്പം എണ്ണയുണ്ട്, ഞങ്ങള് അത് ഭക്ഷിച്ചിട്ട് മരിക്കാനിരിക്കുക. മരിച്ചോ പ്രിയമുള്ളവരെ? ഇല്ല. കർത്താവിൾക്ക് വേണ്ടിയും കരുതി ഇവിടെ ഹാഗറിന് വേണ്ടി നീരുറവ തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്ര. ഇവിടെ ഹാഗറിന് വേണ്ടിയും കരുതുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. അവളുടെ കണ്ണുകളെ തുറന്നു എന്നാണ് കാണുന്നത്. കണ്ണ് തുറന്ന് അവൾ കാണേണ്ടത് കണ്ടു. എങ്ങനെ? അല്ലെങ്കിൽ അവളുടെ നിലവിളിയുടെ മുമ്പിൽ ദൂതൻ അവൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. നാം ഒറ്റപ്പെട്ടിരുന്ന് കരയുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആ പ്രാർത്ഥനാ മുറിയിൽ ആരും കാണുന്നില്ല, എന്നാൽ ദൈവം തന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ വിഷയം ആരും കേൾക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളി പോലും നമ്മുടെ പ്രാർത്ഥനാ വിഷയം അറിയുന്നുണ്ടാകില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ, ഹല്ലേലൂയ, കണ്ണുനീർ കണ്ടവൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കരുതുവാൻ ദൂതനെ തക്ക സമയത്ത് അയക്കും. ഇവിടെ ഇത് ഹാഗാറിന് വേണ്ടി ദൂതനെ അയച്ചു. ഹാഗാറെ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ നിന്റെ മകനെ എഴുന്നേൽപ്പിക്കുക, അവനെ വെള്ളം കുടിപ്പിക്കുക എന്ന് പറഞ്ഞ് നീരുറവ ഒഴുക്കി കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷാമമായിരിക്കുന്ന സ്ഥാനത്ത് നാം ഒരുപക്ഷെ മരുഭൂമിയുടെ അവസ്ഥയിലായിരിക്കാം, ഉണങ്ങിയ അവസ്ഥയിലായിരിക്കാം, ക്ഷാമത്തിലായിരിക്കാം. ഞാൻ എങ്ങനെ ആ കാര്യം നടത്തും? എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? എന്റെ ഭാവി കാര്യം എങ്ങനെ നടക്കും? എന്റെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? എന്റെ സഭയുടെ കാര്യങ്ങൾ. അങ്ങനെ നമ്മളെ അനേകം ചിന്താകുലങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരന്മാരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, നാം ഈ വാചനം കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിന് വേണ്ടി കരുതിയെങ്കിൽ, പത്രോസിന് വേണ്ടി കരുതിയെങ്കിൽ, ഹാഗാറിന് വേണ്ടി കരുതിയെങ്കിൽ, നമുക്ക് വേണ്ടി അവൻ നമ്മെ സ്നേഹിച്ച് അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ തന്റെ സംഘം കൂടെ പിളർന്ന്, ഹല്ലേലൂയ, ചോരയും നമുക്ക് വേണ്ടി തന്നെങ്കിൽ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. അവൻ പൂർണ്ണമായി തന്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നെങ്കിൽ, ആ ചങ്കിലെ ചോര മുഴുവനായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടിയുള്ള ഹല്ലേലൂയ പാപ പരിഹാരത്തിന് വേണ്ടി മൊത്തമായി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, സമർപ്പിച്ചെങ്കിൽ, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കേണ്ടത് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ആകുലങ്ങൾ എന്താണ്? നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണ്? എനിക്ക് വേണ്ടി ആര് കരുതുമെന്ന് ചിന്തിക്കുന്നോ? എന്റെ തലമുറയ്ക്ക് വേണ്ടി ആര് കരുതുമെന്ന് ചിന്തിക്കുന്നുവോ? എന്റെ ഹല്ലേലൂയ സഭയ്ക്ക് വേണ്ടി. നമ്മുടെ സഭയല്ല, നമ്മുടെ കർത്താവിന്റെ സഭയാണ്. സഭയുടെ എല്ലാ ന്യൂനതകളും തീർത്തു തരുവാൻ നമ്മുടെ കർത്താവ് നായകനായുണ്ട്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. എന്ന് പറഞ്ഞ കർത്താവ് സഭയുടെ നായകനായി നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ വേദനയുടെ ഭാഗങ്ങളായിട്ടായിരിക്കാം നാം ഒരുപക്ഷെ പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. എനിക്ക് അവിടെ പോകണമെന്നുണ്ട്, അതിനുള്ള സാമ്പത്തികമില്ല, എനിക്കത് ചെയ്യണമെന്നുണ്ട്, ദൈവവേലയ്ക്ക് പ്രവർത്തിക്കണമെന്നുണ്ട്, അതിന്റെ കയ്യിൽ പണമില്ല, അങ്ങനെയൊക്കെ എനിക്കതിനുള്ള ആരോഗ്യമില്ല, എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് പോകാൻ സാധ്യത, അങ്ങനെയുള്ള അനേകരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം.
എന്റെ ബാല്യപ്രായത്തിൽ എനിക്ക് ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കണം എന്നുള്ള വാഞ്ചയുണ്ടായി. എന്നാൽ എന്റെ ഭവനത്തിൽ എനിക്ക് പോകുവാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്റെ മാതാപിതാക്കൾ പലപ്പോഴും ആ യാഥാസ്ഥിതികതയിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസ ജീവിതത്തിലേക്കോ പ്രാർത്ഥനയ്ക്കോ പോകുവാൻ ഒരു കുഞ്ഞായിരുന്ന ഒരു 13 വയസ്സുള്ളപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അത്രയും സാഹചര്യത്തിൽ എന്റെ ഭവനത്തിൽ പോകുവാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരെങ്കിലും സ്വാതന്ത്ര്യമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. ആരാധനയ്ക്ക് പോകാൻ, പ്രാർത്ഥനയ്ക്ക് പോകുവാൻ, അങ്ങനെയുള്ള സാധനത്തിലേക്ക് നമ്മെ നടത്തും. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ സങ്കടം മാറ്റുവാൻ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. സ്വാതന്ത്ര്യം തരുവാൻ അവൻ കൂടെയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴായിരിക്കുന്ന പ്രശ്നങ്ങൾ കർത്താവ് കാണുന്നു. അവയ്ക്കെല്ലാം പരിഹാരം തരുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന് പറഞ്ഞ കർത്താവ് അവൻ നമ്മൾക്ക് വേണ്ടി കരുതും. തീർച്ചയായും നാം ചില സ്റ്റേജുകളിൽ കൂടി പോകേണ്ടി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ പത്രോസിനെ പോലെ, ഈ അബ്രഹാമിനെ പോലെ ചിരപരീക്ഷ ഘട്ടങ്ങൾ, ശൂന്യതയുടെ ഘട്ടങ്ങൾ, സന്ദർശനത്തിന്റെ ഘട്ടങ്ങൾ, വേദനയുടെ ഘട്ടങ്ങൾ നമുക്ക് തരുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ കർത്താവ് പോക്ക് വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിന് വേണ്ടി ആട്ടുകൊറ്റനെ കരുതിയവൻ പത്രോസിന് വേണ്ടി അപ്പവും മീനും കടൽക്കരയിൽ ഒരുക്കി വെച്ചവൻ. ഹല്ലേലൂയ. സാഗറിന് വേണ്ടി നീതിറവയെ തുറന്നവൻ നമുക്ക് വേണ്ടിയും അവൻ തക്ക സമയത്ത് കരുതും. ആകയാൽ പ്രിയ സഹോദരിമാരെ, ഹല്ലേലൂയ, ഇപ്പോൾ എന്റെ സമയം ഇവിടെ തീർന്നു വിചാരിക്കുന്നു. അല്പസമയം ഹാലയിൽ മാത്രമാണുള്ളത്. ആകയാൽ ഈ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കാം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതും. അവൻ എന്നെ അനാഥനായി വിടുകയില്ല. ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ ഏത് വിഷയങ്ങളാണ് നാം ഭാരപ്പെടുന്നത്, ഹല്ലേലൂയ, അതിനെ അവന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കാം. നിരാശപ്പെടരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയെ മാറ്റി, നമ്മുടെ ഭാരങ്ങളെ മാറ്റി, നമ്മുടെ ഭീഷണികളെ മാറ്റി നമ്മളെ ശക്തരാക്കുവാൻ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ആകയാൽ ഈ വൈകിയ വേളയിൽ ഈ വചനം നമ്മുടെ ആശ്വാസമായി മാറട്ടെ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. ആകയാൽ നമ്മുടെ ഏത് ചിന്താകുലമായിരുന്നാലും അവന്റെ പക്കലിട്ട് കൊടുക്കുക. അവൻ നമ്മെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്റെ ഈ വാക്കെന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. എനിക്ക് സമയം തന്ന അനുഗ്രഹിക്കും.